നമ്മളെ സെഡ് ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നാണ് ഇതിൽ പറയുന്നത്. ഇൻസ്റ്റാളേഷൻ മുതൽ വളരെ ഫാസ്റ്റായിട്ട് പറയാം, കേട്ട് കഴിഞ്ഞാൽ ഉപകാരപ്പെടും ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മൾ എന്താണ്, ഈ ആപ്പ് നമ്മളെ വാട്സപ്പിൽ കിട്ടും, അപ്പോൾ ആപ്ലിക്ക ഫയലായിട്ട് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ടെലഗ്രാമിൽ കിട്ടും. അപ്പോൾ അതിൽ ആ ആപ്ലിക്കയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ നമ്മൾ അൺനോൺ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇൻസ്റ്റാളേഷൻ ഓപ്ഷൻ വരും. ചിലപ്പോൾ ചിലതിൽ സെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് അതിൽ നമ്മൾ സ്കാനിങ് ഓപ്ഷൻ ഉണ്ടാവും. അത് ക്യാൻസൽ ചെയ്താലും കുഴപ്പമില്ല. എന്തായാലും അതെന്തെങ്കിലും നമ്മൾ സ്കാൻ ചെയ്യുക എല്ലാത്ത കുഴപ്പത്തിലോ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഓപ്പൺ ചെയ്യാം, എല്ലാം കൊടുക്കുക, ഓക്കെ എടുക്കുക, വിസലാത്ത് ചെല്ലുക, അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വഅഹ്ലി. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഓപ്ഷനാണ് നമ്മൾ ഏറ്റവും മേലെ റൈറ്റ് സൈഡിൽ നമ്മളെ അറിയിപ്പുകൾ നോട്ടിഫിക്കേഷൻസ് ആണ്. നമ്മൾ പുതിയ നോട്ടിഫിക്കേഷൻസ് അതിൽ കാണാൻ പറ്റും. രണ്ടാമത് കാണുന്ന ഫേവറേറ്റ് എന്ന് പറയുന്ന ബട്ടൺ. ഫേവറേറ്റ്സ് എന്നാൽ നമുക്ക് ഏതെങ്കിലും സ്ഥിരമായിട്ട് നമുക്ക് ചെല്ലണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഫേവറേറ്റ്സ് ആക്കി വെക്കാൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ഫേവറേറ്റ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമ്മൾ സെഡ് ആപ്പ് തുറക്കുക, ഏതെങ്കിലും ഒരു ഫയൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ പേര് ചോദിക്കും, അതുപോലെ തന്നെ നമ്പറും അടിച്ചു കൊടുക്കുക. നമ്പർ അടിച്ചു കഴിഞ്ഞാൽ സബ്മിറ്റ് ആവും. 98 നമ്മൾ അടിച്ചു കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആവും. ഇനി നമ്മൾ മംഗോസ് മൗലിദ് അത് നമുക്ക് ഫേവറേറ്റ്സ് ആക്കണമെങ്കിൽ ലോങ് പ്രസ് ചെയ്യുക, ആഡ് ടു ഫേവറേറ്റ് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫേവറേറ്റ്സിൽ കാണാൻ പറ്റും മംഗോസ് മൗലിദ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടേക്ക് എത്തും. ഫസ്റ്റ് എല്ലാ ഫയലുകളും ഒരു പ്രാവശ്യം ഡൗൺലോഡ് ചെയ്യണം. അതിനുശേഷമാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുക. ഡൗൺലോഡ് ചെയ്ത ഫയൽ നമുക്ക് ആവശ്യമില്ല, ചിലപ്പോൾ വലിയ വലിയ ഫയൽസൊക്കെ ഇതിലുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് അതുമ്പോൾ തന്നെ ലോങ് പ്രസ് ചെയ്തിട്ട് ക്ലിയർ ക്യാഷ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഔട്ടായി പോകും. മൊബൈലിൽ നിന്ന് പോകില്ല, മൊബൈലിൽ നിന്ന് പോകും, നമുക്ക് ആപ്പിൽ നിന്ന് പോകില്ല. വീണ്ടും നമുക്കത് ആവശ്യം വരികയാണെങ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആയിക്കോളും. അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ കാണുന്നത് ഒരു ഐക്കണാണ്, അത് നമ്മൾ ആവശ്യമില്ല. പിന്നെ തൊട്ടടുത്തുള്ളത് 3 ഡോട്ട്സുകളാണ്. ആ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻസ് വരും. ഒന്ന്, വാട്സപ്പിലൂടെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിൽ നിങ്ങൾക്ക് വിടാൻ പറ്റും. പിന്നെ കാണുന്നത് ഷെയർ ആപ്പാണ്. മറ്റുള്ളവർക്ക് ആപ്പ് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് 2 ലിങ്ക് വഴിയാണ് പോവുക. ഒന്ന് ഗൂഗിൾ ഡ്രൈവ് ലിങ്ക്, മറ്റൊന്ന് ടെലിഗ്രാം ലിങ്ക്. ഏറ്റവും എളുപ്പം ടെലിഗ്രാമിലൂടെ ഡൗൺലോഡ് ചെയ്യലാണ്. പിന്നെ ഒന്ന് അപ്ഡേറ്റ് ആപ്പ്, അത് നമുക്ക് തന്നെ സ്വന്തം നമ്മളെ ആപ്പ് എന്താണ് അപ്ഡേഷൻ നമ്മൾ നോട്ടിഫിക്കേഷനിൽ വരുമ്പോൾ ടെലിഗ്രാമിൽ പോയിട്ട് അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അപ്ഡേറ്റ് ചെയ്യുക. ടെലിഗ്രാം കൊടുക്കലാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് APK ഫയൽ ഇട്ടും നമുക്ക് അപ്ഡേഷൻ ചെയ്യുക, അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് രണ്ടാമത് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ കാണുന്ന ഓപ്ഷൻ എന്ന് പറയുന്ന 4 ബട്ടൺസ് ആണ്. അതിലൊന്ന് കിബില ദിശ കാണാൻ വേണ്ടിയിട്ട്. കിബില ദിശ കാണണമെങ്കിൽ നമ്മളതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ക്രോമിലേക്ക് ഫോർവേഡ് ആവും. അപ്പം ക്രോമിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കാണാൻ പറ്റും. അത് ഈ സെൻറ്ററിലേക്ക് റൗണ്ട് ആയി കഴിഞ്ഞാൽ ഏകദേശ രൂപം നമുക്ക് ലഭിക്കും ഇൻഷാ അല്ലാ. ആക്യുറേറ്റ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് പറയണത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ള വീഡിയോ ആണ്. ഈ ആപ്പ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സെഡ് ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നാണ് പറയണത്. പിന്നെ അടുത്തുള്ള പള്ളികൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ അത് നമ്മൾ നേരെ മാപ്പിലേക്കാണ് പോണത്. നമ്മൾ അടിച്ചു കൊടുത്ത മാപ്പിൽ ഗൂഗിൾ മാപ്പ് എടുത്ത് അടിച്ചു കൊടുത്താലും മതി. അതിന് എളുപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ കാണാൻ പറ്റും. ഒരുവിധം പള്ളികളൊക്കെ അതിൽ കാണിച്ചു തരും ഇൻഷാ അല്ലാ. പിന്നെ നമുക്ക് നിസ്കാര സമയം ടൈം സെറ്റ് ചെയ്യാൻ ഓപ്ഷനാണ്. അപ്പോൾ അതിൽ നിസ്കാര സമയം നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ സൈഡിലുള്ള റീഫ്രഷ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലം വരും. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻസ് ഓൺ ആക്കിയിടുക. സമയത്ത് അലാമിൻ്റെ സെറ്റിങ്സ് ഉണ്ട്, അത് ഓഫ് ആക്കിയിട്ടേക്കാണ് ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ആ നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരും. ആവശ്യമുള്ളവർക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് അറബി മാസം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, റബീഉൽ അവ്വൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് കൊടുക്കണം. അല്ല മാസം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ദിവസം 1-ാം തീയതി നമ്മൾ ഡേറ്റ് മാറ്റി കൊടുത്താലേ അത് കറക്റ്റ് ആവുള്ളൂ. അല്ലാതെ ഓട്ടോമാറ്റിക് എല്ലാ ദിവസവും വരില്ല. പിന്നെ നമ്മൾ കാണുന്നത് അടിയിലുള്ള ബട്ടണാണ് സെറ്റിങ്സ് ബട്ടൺ. സെറ്റിങ്സ് ബട്ടണിൽ ഉള്ള ഫോണ്ട് ക്രമീകരണമാണ്. ഇപ്പോൾ ഫോണ്ടിൽ തന്നെ പല ഐറ്റംസ് ഉണ്ട്. ഫോണ്ട് സ്റ്റൈൽ മാറ്റണമെന്നുണ്ടെങ്കിൽ കുറേ ഫോണ്ടുകൾ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഫോണ്ടിൻ്റെ സൈസ് മാറ്റാനാണ്. സൈസ് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ സൈസ് മാറിക്കൊട്ടും. ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. പിന്നെ ഫോണ്ടിൻ്റെ എന്താണ് കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊത്തം കളറിൽ മാറ്റുന്നുണ്ടെങ്കിൽ മൊത്തം കളർ മാറ്റി കിട്ടും. ഇനി ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി അതല്ല മുമ്പത്തെ കോളത്തിലേക്ക് തന്നെ ഒറിജിനൽ അത് ഡിഫോൾട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അടിയിലുള്ള ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ
ഡീഫോൾട്ടിലേക്ക് തിരിച്ചു പോകും. പിന്നെ നമുക്കൊരു നിർദ്ദേശമാണ് കാണുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബട്ടണാണ് എന്ത് കൗണ്ടർ ബട്ടൺ. കൗണ്ടർ ബട്ടണിൽ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് തന്നെ നമുക്കൊരു പുതിയ കൗണ്ടർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഡീഫോൾട്ട് കൗണ്ടർ കുറച്ച് ഇതിൽ കാണാൻ പറ്റും. ദിക്കറുണ്ട്, തസ്ബീഹ്, അതുപോലെ തന്നെ 2 സ്വലാത്ത്, പിന്നെ യാ ഹയ്യ് എന്നുള്ളത് 3 ലക്ഷം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ യാ മത്തീൻ എന്നുള്ളത് 1000. അതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ ഇതിൽ ദിക്കർ എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചവർക്ക് അത് ചെയ്യാം. ഇനി പുതിയൊരു കൗണ്ടർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും സ്വലാത്തോ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പേര് കൊടുക്കുക. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അപ്പോൾ 0 തുടങ്ങി 0 തുടങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു 600 തൊട്ടാണ് തുടങ്ങുന്നത് വെച്ചാൽ 600 ആഡ് ചെയ്ത് കൊടുക്കുക. എത്ര നമുക്ക് ചെല്ലേണ്ടത്, ഇപ്പോൾ 2000 ചെല്ലുന്നുണ്ടെങ്കിൽ 2000 എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓപ്പൺ ആയി 600 തൊട്ട് നമുക്ക് ചെല്ലാൻ പറ്റും. ഇനി നമുക്ക് കൊടുത്ത കൗണ്ടർ നമുക്ക് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് കൗണ്ടർ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. എഡിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അത് മാറില്ല. നമ്മളതുമ്പോൾ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് തിരുത്തുക എന്നുള്ള സംഭവമുണ്ട്. അവിടെ നമുക്ക് തിരുത്താൻ പറ്റും. ഇനി അതെല്ലാം നമുക്ക് ആ കൗണ്ടർ തന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ ലോങ് പ്രസ് ചെയ്തെടുത്തിട്ട് ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ കൗണ്ടറിൽ നിന്ന് പോയി കിട്ടും. ഡീഫോൾട്ട് കൗണ്ടർ ഡിലീറ്റ് ചെയ്താലും പോകില്ല. ഇനി നമുക്ക് മൈനസ് ആക്കണമെന്നുണ്ടെങ്കിൽ മൈനസ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മൈനസ് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് ഇനി ഇത് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ റീസെറ്റ് ആയി കിട്ടും. നമ്മൾ ചെല്ലിയതിൻ്റെ എമൗണ്ട് നമുക്ക് കാണാൻ എത്ര ചെല്ലിയിട്ടുണ്ടെന്നുള്ള കാണണമെങ്കിൽ ഹിസ്റ്ററി നോക്കിയാലും കാണാൻ പറ്റും. അതാണ് കൗണ്ടറിൻ്റെ ഉപയോഗം. പിന്നെ നമുക്ക് ഒരു നിർദ്ദേശം ഇതെന്നും വായിച്ചിരിക്കുക, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വായിച്ചിരുന്നാൽ നല്ലതാണ്. നിയത്തിനെ കുറിച്ചാണ്. കൂടുതൽ നിയത്തുകൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അയച്ചെന്നാൽ നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാഹ്. പിന്നെ കാണുന്നത് യൂട്യൂബിൻ്റെ ഒരു ബട്ടണാണ്. യൂട്യൂബിൻ്റെ ബട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഡയറക്റ്റ് യൂട്യൂബിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഷോർട്ട് കട്ടാണ്. നമ്മൾ യൂട്യൂബിൻ്റെ ഒരു പാട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഉള്ളിലെ ഫോൾഡറിൻ്റെ ഒരു ഷോർട്ട് കട്ടാണ്. നമുക്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ പാട്ടിലേക്കാണ് അത് ആവശ്യമുള്ളവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട ബട്ടൺ എന്ന് പറഞ്ഞാൽ Z ആപ്പ് തുറക്കുക. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആണ് വരിക. അതിൽ ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഖുർആൻ ആണ്. ഖുർആനിൽ പല ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് ലോഡിങ് ജ്യൂസുകൾ തിരഞ്ഞെടുക്കുന്ന ഓപ്ഷനാണ്. ജ്യൂസുകൾ 30 ജ്യൂസും കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ജ്യൂസ് മാത്രം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ അത് മാത്രം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ജ്യൂസ് മാത്രം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുക, അത് ഓതാം. ഇനി രണ്ടാമത്തത് ഖുർആൻ്റെ 3 ടൈപ്പ് മുസാഫ് കൊടുത്തിട്ടുണ്ട്. അത് സൈസ് വ്യത്യാസമുണ്ട്. ഒന്ന് 14 MB ആണ്, മറ്റൊന്ന് 96, ഒന്ന് 300 MB. ഖുർആനൊക്കെ ഒന്നാണ്, പക്ഷേ കാണാൻ വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. 14 MB വളരെ സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലെന്തുണ്ട്, അതിൽ തന്നെ ഇൻഡെക്സ് ഉണ്ട്. നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സൂറത്തിലേക്ക് പോകാൻ പറ്റും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഒന്നാമത് തന്നെ നമുക്ക് കാണാം, തൊട്ടാൽ തന്നെ ആ സൂറത്തിലേക്ക് പോകും. അപ്പോൾ രണ്ടാമത്തൊക്കെ മുസാഫുമാരുണ്ടാവും, നല്ല ഭംഗിയുണ്ടാവും, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇവിടെ തന്നെ ഇൻഡെക്സ് ഉണ്ട്. ആ ഇൻഡെക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് അവിടെ തൊട്ടാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് എത്താൻ പറ്റും. ഇനി അതല്ല നേരെ വേണമെങ്കിലും ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സൂറത്തുകൾ മാത്രം ഡെയിലി റീഡിങ് സൂറത്തുകളാണ്, ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. പിന്നെ കാണുന്നത് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒരു പച്ച ബട്ടൺ കാണുന്നത് അലാം സെറ്റ് ചെയ്യാനാണ്. നമുക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നമുക്കിപ്പോൾ ഒരു യാസീൻ സ്ഥിരമായിട്ട് ഓതണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരണമെങ്കിൽ നോട്ടൊക്കെ കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ മാച്ച് കളഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് വേണമെങ്കിലും നോട്ട്സൊക്കെ ഇവിടെ എഴുതി കൊടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഏതൊക്കെ ദിവസമാണ് വരുന്നത് വെച്ചാൽ ആ ദിവസം മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ല എല്ലാ ദിവസം വരണമെങ്കിൽ എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. സമയം നമുക്ക് തിരഞ്ഞെടുക്കുക. ആ സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സമയത്ത് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ഇവിടെ വരും. നമ്മൾ സമയം കൊടുത്തു കഴിഞ്ഞാൽ 8:10 നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് മേലെ വരും. അലാം സെറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടെ മേലെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടാവും. നമ്മൾ തുറക്കുമ്പോൾ മൊബൈൽ എടുക്കുന്ന സമയത്ത് ആ നോട്ടിഫിക്കേഷൻസ് കാണാൻ പറ്റും. നമുക്ക് ഓർമ്മ വെച്ചിട്ട് നമുക്ക് ഓതാൻ പറ്റും. ആണ്ടാ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ യാസീനിലേക്ക് പോകാൻ പറ്റും. നിങ്ങൾക്ക് ഓതാൻ പറ്റും ഇൻഷാ അല്ലാഹ്. പിന്നെ കാണുന്നത് ഓരോ സാധനങ്ങളും അങ്ങനെ തന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ ഓപ്പൺ ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. പിന്നെ ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ കിതാബ് എന്നൊരു ഫോൾഡർ ഉണ്ട്. അത് ഉസ്താദ്മാർക്ക് മാത്രം ഖാസാണ്, പ്രത്യേകമായിട്ടുള്ളതാണ്. സാധാരണക്കാർക്ക് അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കിതാബുകളും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ഉസ്താദ്മാർ ഇതിൽ തുറക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പാസ്വേഡ് ചോദിക്കും. ആ സമയത്ത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പാസ്വേഡ് ആവശ്യം എന്നുള്ളൊരു മെസ്സേജാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പറിലേക്ക് ഞാൻ പാസ്വേഡ് അയച്ചു തരും. അതനുസരിച്ചായിരിക്കും ഓപ്പൺ ആവുക. എല്ലാവർക്കും ഒരു പാസ്വേഡല്ല, ഓരോരുത്തർക്കും സെപ്പറേറ്റ് പാസ്വേഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചാണ് അത് ഓപ്പൺ ചെയ്യുക. മറ്റുള്ളവർക്ക് അത് ആവശ്യമില്ലാത്തതുകൊണ്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇനി മറ്റു ആപ്പുകൾ എന്നൊരു സംഭവമുണ്ട്. അതിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മൾ ഇതിൻ്റെ ഓപ്പൺ ചെയ്യാനുള്ള ബെസ്റ്റ് ഫയലാണിത് അഡോബ് റീഡർ എന്ന് പറയുന്നത്. അത് നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ടെലഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തേക്കാനുള്ള ഓപ്ഷനാണ്. ഇനി അതെല്ലാം നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും അഡോബ് റീഡർ ഡൗൺലോഡ് ചെയ്യുക. അതിൽ കൂടി ഉപയോഗിക്കുമ്പോഴായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുക. ഇതിൻ്റെ മാത്രം ആപ്പല്ല, ഏത് ആപ്പ് ഉപയോഗിച്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലത്തെ ഫയൽസുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റും.
ഇൻഷാ അള്ളാ ഇത്രയാണ് ഇപ്പോൾ തൽക്കാലം ഇതിൽ പറയാനുള്ളത്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലാം സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാധാ ആപ്പുമാതിരി തന്നെയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചാൽ ഇൻഷാ അള്ളാ ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഉഹ്റവിയായ വിഷയങ്ങൾ അള്ളാഹു താല അധികരിച്ച് ചെയ്യാനും ചെയ്യിപ്പിക്കാൻ അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അള്ളാഹു താല സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.